സർ, 1980-കളിൽ നമ്മൾ ബോളിവുഡിൽ കണ്ട ഒരു രീതിയുണ്ട്. അതായത് സിനിമയും അധോലോകവുമായിട്ടുള്ളൊരു ബന്ധം. നമുക്കറിയാം ദാവൂദ് ഇബ്രാഹിം ക്രിക്കറ്റ് ലോകവുമായിട്ടും ബന്ധമുണ്ടായിരുന്നു. പക്ഷേ ബോളിവുഡിൽ അദ്ദേഹം നടത്തിയ ചില ഇടപാടുകളും മറ്റു കാര്യങ്ങളും അറിയാം. അത് പിന്നീട് ബോളിവുഡിൽ, അതായത് ഫണ്ടിങ് ആയിരുന്നു. സിനിമകളുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ദാവൂദ് ഇബ്രാഹിം സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ബോളിവുഡിലേക്ക് കടന്നു വരുന്നത്. പിന്നീട് അവിടെ ആരും നിലനിൽക്കണം വേണ്ട എന്ന് വരെ തീരുമാനിക്കുന്ന ഒരു നെക്സസ് ആയിട്ട് മാറിയ ഒരു കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നത്. അത് യേശുദാസും കമലഹാസനും ഉൾപ്പെടെ പലരും അവിടുന്ന് തിരിച്ച് അവരെ ഈ സൗത്ത് ഇന്ത്യയിലേക്ക് തിരിച്ചു വരേണ്ടി വന്നത്, അവിടെ നല്ല രീതിയിൽ മിന്നിത്തിളങ്ങിയിട്ടും തിരിച്ചു വരേണ്ടി വന്നത് ഇതുപോലെയുള്ള അധോലോക ഭീഷണിയാണെന്നൊക്കെ വായിച്ചിട്ടുണ്ട്. സത്യാവസ്ഥ അറിയില്ല, അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ മലയാള സിനിമയിൽ ഇപ്പോൾ ഇത്തരത്തിൽ പല രീതിയിൽ അധോലോക ബന്ധം സ്ഥാപിക്കപ്പെടുന്നുണ്ട്. അതിന് ആദ്യം നമ്മൾ കേട്ടത് ഈ പറയുന്ന സൗബിൻ എന്ന നടൻ നിർമ്മാതാവായിട്ടുള്ള സൗബിൻ്റെ ഇത്തരത്തിലുള്ള ഈ പണമിടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു. ബ്ലാക്ക് മണി, അങ്ങനെ കാര്യങ്ങളായിരുന്നു. ബ്ലാക്ക് മണി വെളുപ്പിക്കാനാണ് മലയാള സിനിമ ചെയ്യുന്നത് എന്ന് വരെയുള്ള പല ആക്ഷേപങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നു. അതിനോടൊപ്പം ഇപ്പോൾ വരുന്നതാണ് ഓപ്പറേഷൻ നൂംകോർ. അതിൽ രണ്ട് പ്രമുഖ നടന്മാരായിട്ടുള്ള പൃഥ്വിരാജിൻ്റെയും ദുൽഖറിൻ്റെയും വീട്ടിൽ റെയ്ഡ് നടക്കുന്നു. 2 വാഹനങ്ങൾ കണ്ടുകെട്ടുന്നു. ഇതിലെന്താണ് നികുതി വെട്ടിപ്പള്ളേ എന്ന് വിചാരിക്കും നമ്മൾ. സാധാരണ നികുതി വെട്ടിക്കുന്നത് വലിയ കുറ്റമാണ്. പക്ഷേ അത് അത്ര വലിയ ഒരു കുറ്റമായിട്ട് കാണില്ല, രാജ്യദ്രോഹ കുറ്റമാണെങ്കിൽ പോലും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഭൂട്ടാനിൽ നിന്ന് വാഹന കടത്ത് നടത്തിയിരിക്കുകയാണ്, അതായത് സ്മഗ്ലിംഗ് നടത്തിയിരിക്കുകയാണ്. ഭൂട്ടാൻ വഴി ഇത് ഹിമാചലിലേക്ക് കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്ത് ഇങ്ങനെ ഒരു പരിപാടി അത് പിന്നീട് ഇവിടെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ സ്മഗ്ലിംഗ് ഗ്യാങ്ങുകളുമായിട്ടൊക്കെ ഈ പറയുന്ന സിനിമ ലോകത്തുള്ളവർക്ക് ബന്ധമുണ്ട് എന്ന് പറയുന്നത് വളരെയധികം ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നാളെ മലയാള സിനിമയുടെ അവസ്ഥയും ഈ ബോളിവുഡിൻ്റെ അവസ്ഥയിലേക്ക് എത്തില്ലേ? ഇതിപ്പോൾ ഇവിടെ ദുൽഖർ അല്ലെങ്കിൽ പൃഥ്വിരാജ് ഇവരൊക്കെ വണ്ടി മേടിച്ചു എന്ന് പറയുന്നത് അവർ സ്മഗ്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ എനിക്ക് അവരോടുള്ള ഒരു ദേഷ്യം അല്ലെങ്കിൽ അവരോടുള്ള ഒരു പിണക്കം, വലിയ വില കൂടിയ വണ്ടികൾ 10-15 ലക്ഷം രൂപ വില കുറച്ച് കിട്ടുമ്പോൾ അതിലെന്തെങ്കിലും ഒരു തട്ടിപ്പുണ്ടാവും എന്ന് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് ഇവർക്കില്ല എന്നുള്ളതാണ് എൻ്റെ സംശയം. ഇത് നമ്മൾ 70% 80% വിലക്കുറവിൽ നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഞാനതിലേ പുറകെ പോകില്ല. അതിലെന്തോ ഒരു തട്ടിപ്പുണ്ട് എന്ന് മനസ്സിലാക്കണം. കാരണം 10,000 രൂപ വിലയുള്ള സാധനം 2,500 രൂപയ്ക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അതിന് 10,000 രൂപ വിലയില്ല, അത് 2,000 രൂപയുടെ സാധനം 10,000 രൂപ വിലയിട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി മതി. ഇതുപോലുള്ള ഇടപാടുകളിൽ പെടില്ല എന്ന് അവനവനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇടുക്കിയിലുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, ഒരു പെൺകുട്ടി അവരുടെ വണ്ടി പിടിച്ചു എന്ന് പറയുന്നുണ്ട്. കാരണം അവരുമൊക്കെ കുറച്ച് കാശുണ്ടായപ്പോൾ ഇത്തിരി വില കൂടിയ വണ്ടി എന്ന് പറഞ്ഞ് മനുഷ്യരുടെ മുമ്പിൽ ജാട കാണിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ മേടിക്കുന്നത്. പക്ഷേ ചെന്ന് പെട്ടുപോവുകയാണ്. ഞാൻ ഇന്നലെ നടന്നൊരു സംഭവം പറയാം. ന്യൂയോർക്കിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് നിരന്തരമായി വിളിക്കുന്നു. ഞാൻ തിരക്കിലായിരുന്നുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. ഒരു 6ാമത്തെ കോളാണ് ഞാൻ കണ്ടത്. ഞാൻ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, തമിഴ്നാട്ടിലുള്ള ഒരു ഗ്രൂപ്പ് ബ്ലാക്ക് മണിയാണ്. ഈ പറയുന്ന എന്നെ വിളിച്ച സുഹൃത്ത് കേരളത്തിൽ ഒരാളുടെ നമ്പർ തരാം, അയാളെ വിളിച്ചാൽ ഇവരെത്ര വേണേലും സിനിമയ്ക്ക് ബ്ലാക്ക് മണി മുടക്കും. ഇന്നലെ സംഭവിച്ച കാര്യമാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ആ സുഹൃത്തിൻ്റെ നമ്പരും വേണ്ട, കോടിക്കണക്കിന് രൂപ കിട്ടുമെന്ന് പറഞ്ഞാലും എനിക്ക് ആ ബ്ലാക്ക് മണിക്കാരെ കാണുകയും വേണ്ട, ബന്ധപ്പെടുകയും വേണ്ട. ഇത് നമ്മുടെ ഡിസിഷനാണ്. അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യാൻ കഴിയും, ബ്ലാക്ക് മണി ഉള്ളവരാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ പുറകെ പോയാൽ ഒടുവിൽ പിടിക്കപ്പെടുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അത് ഇപ്പം സവിൻ ഷാഹിറിൻ്റെ പറവ ഫിലിംസ് ആ സിനിമ എടുത്തപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തവർ ബ്ലാക്ക് മണി ആയിരുന്നു. ബ്ലാക്ക് മണി വെളുപ്പിക്കാൻ വേണ്ടി ഷോയുടെ എണ്ണം കൂട്ടുക, കളക്ഷൻ കൂട്ടി പറയുക എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഇത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നതാണ്. ഇതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. ഞാൻ പറഞ്ഞത് സിനിമാക്കാരായാലും സാമൂഹിക നന്മ ആഗ്രഹിക്കുന്നവരാണല്ലോ എല്ലാവരും എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്തരം വഴിവിട്ട ബന്ധങ്ങളിൽ പ്രത്യേകിച്ചും സെലിബ്രേറ്റ് ചെയ്യരുത്. ഇപ്പോൾ 15 ലക്ഷം രൂപയുടെ ലാഭം കിട്ടുമെന്ന് കരുതി ദുൽഖറിനോ പൃഥ്വിരാജിനോ ഒന്നും ആ വണ്ടിയുടെ പുറകെ പോകേണ്ട കാര്യമാണ്. ഇപ്പോൾ ഒരു വലിയ നടനില്ല, അമിത് ചക്കാലക്കൽ, അദ്ദേഹത്തിൻ്റെ അടുത്ത് 6 വണ്ടികൾ പിടിക്കപ്പെട്ടു എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടു. എനിക്ക് 2 വണ്ടിയുള്ളൂ, എൻ്റെ വർക്ക്ഷോപ്പിലാണ് ബാക്കി വണ്ടികൾ കിടന്നത്, മറ്റ് ഉടമസ്ഥരാണ് എന്നൊക്കെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. എന്തായാലും അദ്ദേഹത്തിന് 2 വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമയിലായിക്കോട്ടെ വേറെ ഏത് മേഖലയിലുള്ളവരായിക്കോട്ടെ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ 2 ആവർത്തി അല്ല 10 ആവർത്തി ആലോചിക്കണം. ഞാൻ ചെയ്യുന്നത് ഒരു സാമൂഹ്യ വിരുദ്ധ നടപടിയാണ്.
അതായത് നമ്മുടെ രാജ്യദ്രോഹമാണ്, നമ്മുടെ രാജ്യത്തിനെതിരാണ് ഉം. എന്ന് ചിന്തിക്കാനുള്ള ഒരു വിവേകം ഉണ്ടാകും. ഉം. ഇപ്പോൾ ഇവർക്ക് സിനിമയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സിൽ നിന്നോ ഒരുപാട് പണം കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അല്ലെങ്കിൽ തൻ്റെ വരുമാനത്തിൽപ്പെടുന്ന ഒരു വണ്ടി മേടിച്ചാൽ പോലെ വണ്ടി ഇതിനേക്കാൾ ഉപരി സംഭവിക്കുന്ന കാര്യത്തിൽ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് കൂടുതലും സംഭവിക്കുന്നത് വണ്ടികളുടെ വലിപ്പത്തിലും അതിൻ്റെ ആ ഒരു ബ്രാൻഡ് നെയിമിലുമൊക്കെയാണ് വലിപ്പം എന്ന് വിചാരിക്കുന്നത്. അതെ. അവർക്കൊരു പ്രത്യേക പദവി കിട്ടുന്നു. അതൊക്കെ തെറ്റായ ധാരണയാണ്, വളരെ തെറ്റാണ് ആ ചിന്തകളൊക്കെ. അത് കണ്ടിട്ട് കുറച്ച് ചെറുപ്പക്കാർ ഇവൻ കൊള്ളാമല്ലോ എന്ന് പറയുമെന്നല്ലാതെ ആത്യന്തികമായി ഇതുപോലുള്ളൊരു കേസിൽ പെടുമ്പോൾ ഇപ്പോൾ ദുൽഖറിനെതിരെ എന്തെല്ലാം മീഡിയ പോസ്റ്റുകൾ ഞാൻ കാണുന്നു. കാരണം എന്തിനാണ് ഇവനിങ്ങനെ രാജ്യത്തെ ദ്രോഹിക്കുന്നത്, വിട്ടുകൊടുക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയ ലാഭം കിട്ടുമെന്ന് കരുതി ചെയ്ത നിസ്സാര കാര്യമാണ്. അല്ലാതെ ഒരു സ്മഗ്ലിംഗ് കേസിൽ പെടുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവരുന്ന വാഹനങ്ങളാണെന്നോ അറിഞ്ഞിട്ടല്ല ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ രണ്ടാമതൊരു കാര്യമുണ്ട്, ഇത് വാഹനം കൊണ്ടുവന്ന് വാഹന മാഫിയ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അവിടുന്ന് ഒരുപാട് ലഹരി മരുന്നുകളും ഒരുപാട് മറ്റ് കള്ള ഇടപാടുകളും ഉണ്ട്. അങ്ങനെയാണ് ഈ വണ്ടികൾ ഇവിടെ വരുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും അന്വേഷണം മുറുകുമ്പോൾ ഇതുപോലെ പല സെലിബ്രിറ്റികളോ അല്ലെങ്കിൽ പല വമ്പന്മാരോ കുടുങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ കേരളത്തിൽ നോക്കിയാൽ നമ്മൾ റോഡിലേക്ക് ഇറങ്ങിയാൽ വില കൂടിയ വണ്ടികളുടെ ഒരു ഓട്ടപ്പാച്ചിലാണ്. ഞാൻ പലപ്പോഴും ചെയ്യുന്നുണ്ട്, ഇത്രയധികം വരുമാന വർധന ഉണ്ടോ കേരളത്തിൽ ഇത്രയും വില കൂടിയ വാഹനങ്ങൾ മേടിക്കാൻ? അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഈ വില കൂടിയ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞ് ഞാനതാ പറഞ്ഞത്. അതിൻ്റെ ആ ബ്രാൻഡ് കാണുമ്പോൾ കുറച്ച് ചെറുപ്പക്കാർ, എൻ്റെ മകൻ +2 പഠിക്കുന്ന മകൻ തന്നെ റോഡിൽ ഒരു പോർഷെ പോകുമ്പോൾ അല്ലെങ്കിൽ കൂപ്പർ പോകുമ്പോൾ അതുകൊണ്ടോ എന്ന് പറഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് നിനക്ക് ഉള്ള വികാരം? അല്ലല്ലോ, അടിപൊളിയല്ലേ. ഇത് ഇവരുടെ മനസ്സിൽ രൂഢമൂലമായിരിക്കുന്നൊരു കാര്യമാണ് ചെറുപ്പക്കാരുടെ. അപ്പോൾ ആ ചെറുപ്പക്കാരെ അതിശയിപ്പിക്കുക എന്ന് കരുതിയിട്ടാണ് ഈ സെലിബ്രിറ്റീസ് ഇങ്ങനെ ഭയങ്കര വില കൂടിയ വണ്ടികൾ മേടിക്കുന്നു. 1.5 കോടി 2 കോടി 3 കോടി എന്നൊക്കെ. അപ്പം 2 കോടി രൂപ വിലയുള്ള ഒരു കാറ് ഒരു 10-50 ലക്ഷം രൂപ ലാഭത്തിൽ കിട്ടുന്നു. അധികം പഴക്കമുള്ള വണ്ടിയല്ല എന്ന് കണ്ടാണ് ഇവർ മേടിക്കുന്നത്. ഇതിലെ ചതി മനസ്സിലാക്കുന്നില്ല. ഇനിയെങ്കിലും മുമ്പോട്ട് അങ്ങനെ ചെയ്യുന്നവർ ഇതിൻ്റെ ചതി മനസ്സിലാക്കണമെന്നാണ്. സാർ, ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ദുൽഖറിൻ്റെയും പൃഥ്വിരാജിൻ്റെയും സാമ്പത്തിക അവസ്ഥ, ഇപ്പം നടൻ അമിത് ചക്കാലക്കിൻ്റെ അവസ്ഥ നമുക്ക് പറയാതെ ചെറിയൊരു നടനാണ്, വലിയ വരുമാനമൊന്നും കിട്ടുന്നില്ല. പൃഥ്വിരാജിക്ക് ഒരു സിനിമയ്ക്ക് കോടികളാണ്. ദുൽഖർ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാറാണ് ദുൽഖർ. ഹിന്ദിയിലും തെലുങ്കിലും ഒക്കെ പോയി അഭിനയിച്ചിട്ടുള്ളത്. ഇവർക്കൊക്കെ പൈസയുടെ ദാരിദ്ര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? കാരണം ഇവർക്ക് ഈ പൈസ കിട്ടുന്ന 30 ലക്ഷം ലാഭം ഒക്കെ അങ്ങനെ നോക്കേണ്ട ഗതികേടുണ്ടോ? അത് താങ്കളിപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിന് ഞാനൊരു മറുപടി പറയാം. അതായത് എൻ്റെ കണക്കൂട്ടിലൊരു 100 കോടി രൂപയെങ്കിലും സ്വത്തുള്ള ഒരു സിനിമ പ്രൊഡ്യൂസറാണ്. അയാളിപ്പോൾ സിനിമയൊന്നും എടുക്കുന്നില്ല. പക്ഷേ ഞാൻ കാണുകയാണ്, വഴിയിൽ നിന്ന് പച്ചക്കറി മേടിക്കുമ്പോൾ അയാളോട് 50 പൈസയ്ക്ക് കിടന്ന് വില പേശി. 50 പൈസ കുറച്ചില്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകാൻ തുടങ്ങും. ഞാൻ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് 50 പൈസ കൊണ്ട് അവന് ഉണ്ടാകുന്ന നഷ്ടം നിങ്ങൾക്കുണ്ടാകുന്നില്ല? അത് അങ്ങനെയല്ല, അത് നമ്മൾ ജന്മം കൊണ്ട് കിട്ടേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ചില കാര്യങ്ങൾ ജന്മം കൊണ്ട് കിട്ടണം, ചില കാര്യങ്ങൾ നമ്മൾ സാഹചര്യങ്ങൾ കൊണ്ട് പഠിക്കണം. അപ്പോൾ ഈ ഒരുപാട് പണമുണ്ടെങ്കിലും ഇവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചതിനുള്ള എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം.